തൊപ്പി വന്ന കൊള്ളായിരിക്കും. ഇപ്പൊ ഒരാൾ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നയാൾ ജയിക്കണോന്ന്. ജാസ്മിൻ പുള്ളി ഒന്നും അവിടെ കാണിച്ചിട്ടില്ല, കളിച്ചിട്ടില്ല. ദിൽഷ. നമുക്കൊരു 6 സീസൺ കഴിഞ്ഞല്ലോ. അതിൽ 5 വിന്നേഴ്സ് ഉണ്ടായി. സാബുമോൻ, ദിൽഷ, അഖിൽമാര, ജിൻഡോ, മണിക്കുട്ടൻ. ഇതിലെ ഡിസേർവിംഗ് ആയിരുന്നില്ല വിന്നർ ആവാൻ എന്ന് തോന്നുന്ന ആരെയാ? എല്ലാവരും വിന്നേഴ്സ് ആവാൻ യോഗ്യത ഉള്ളവരായിരുന്നു. നമുക്കൊരു പുതിയ സീസൺ വരാൻ പോവാണല്ലോ. എക്സ്പെക്റ്റഡ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാ? മേ ബി ഇവര് വന്ന അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസ്? തൊപ്പി വന്ന കൊള്ളായിരിക്കും. രേണു സുധി മേ ബി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. നല്ലതായിരിക്കുമോ രേണു വന്നു കഴിഞ്ഞാൽ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടല്ലോ. അതിലാര് വന്ന അടിപൊളിയായിരിക്കും? ജാസിയാണോ? ജാസി വന്ന അടിപൊളിയായിരിക്കും. വേറെ ആരുടെ തോന്നേ? അനിമോള് വരുമെന്നൊരു ഒരു പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ സ്റ്റാർ മാജിക് താരം അനിമോള് വന്നാൽ കൊള്ളായിരിക്കും. ഇതിലെല്ലാ വിന്നേഴ്സും ജയിക്കേണ്ടതായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഏത് ആളാ ജയിക്കേണ്ടായിരുന്നു? വേറെ വിന്നർ വരണം. ഇപ്പൊ ഒരാൾ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നയാൾ ജയിക്കണോന്ന്. ഓഡിയൻസ് പറയാനൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എന്നാലും നിനക്കിപ്പോ കണ്ടന്റ് ഒക്കെ കൊടുത്തത് വെച്ചിട്ട് ഇപ്പം അഖിൽമാരായിട്ട് ഇയാളെ ജയിക്കാനുള്ള ഒരു യോഗ്യത ഇല്ലായിരുന്നു. അഖിൽമാരാർ ജയിക്കാൻ യോഗ്യത എന്ന് വെച്ചാൽ എല്ലാ മത്സരവും എല്ലാത്തിലും പങ്കെടുത്ത് ജയിക്കാറുണ്ടല്ലോ. അല്ലാതെ ഒരാളെ സങ്കടം കൊണ്ടൊന്നുമല്ലല്ലോ ജയിച്ചത്. ബാക്കിയുള്ള എല്ലാ വിന്നേഴ്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആര് ജയിക്കാൻ പാടില്ലായിരുന്നു? ആര് ജയിക്കാൻ പാടില്ലെന്ന് ഇപ്പൊ അവസാനം ജയിച്ചില്ലേ? ജിൻഡോ. എനിക്ക് എന്തോ പറയാൻ, എനിക്ക് അത് ഒരു ഇത് തോന്നിയില്ല കണ്ടിട്ട്. ജയിക്കാനുള്ള ഒരു ആളായിരുന്നു എന്ന് തോന്നി. അഖിൽമാരാർ വെച്ച് നോക്കും. ഞാൻ അത് കണ്ടിരുന്ന സീസൺ അതാ. അതുകൊണ്ട് എനിക്ക് അത് മാത്രം എനിക്ക് അത്രത്തോളം ഒന്നും തോന്നിയില്ല. കണ്ടിരുന്ന അതാ. ജിൻഡോ ജയിച്ചില്ലായിരുന്നെങ്കിൽ ആ സീസണിൽ ആര് ജയിക്കണമായിരുന്നു? നമുക്ക് ഫൈനൽ 5 വന്നത് അർജുൻ, ജാസ്മിൻ, അഭിഷേക് ശ്രീകുമാറും ഋഷിയും ആയിരുന്നു വന്നത്. അതിൽ വേറെ ആര് ജയിക്കണമായിരുന്നു? അർജുൻ ഓപ്ഷൻ പറയുന്നത് അതാണ്. ജിൻഡോ. എന്തുകൊണ്ടാ? ക്യാരക്ടർ അത്ര നല്ലതല്ല. ഇപ്പം ജിൻഡോ അല്ല, വേറെ ആര് ജയിക്കണമായിരുന്നു ആ സീസണില്? നമുക്ക് അർജുൻ, ജാസ്മിൻ, അഭിഷേക് ശ്രീകുമാർ, ഋഷി, ഇത്രയും പേരാണ് ടോപ്പ് 5 ഉണ്ടായിരുന്ന. ജിൻഡോ. ജാസ്മിൻ. എന്തുകൊണ്ടാ ജാസ്മിനോട് ഇഷ്ടമായിരുന്നു? അങ്ങനെയല്ല, അത് ഓരോ പ്രവർത്തനം ഓരോ രീതിയിലാണ് അതിൽ ചെയ്യുന്നത്. തെറ്റെന്നുള്ള സ്ഥലത്ത് തെറ്റ് എന്ന് പറയും. അതുകൊണ്ടാണ്. ഇപ്പൊ പുതിയൊരു സീസൺ വരാൻ പോവാണല്ലോ. എക്സ്പെക്റ്റഡ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാ? മേ ബി ഇവര് വന്ന അടിപൊളിയായിരിക്കും എന്ന് നമുക്കിങ്ങനെ ഉള്ളിൽ തോന്നുമല്ലോ. അത് ഓരോ രീതി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവരെന്താണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ പ്രാവശ്യവും ഇഷ്ടംപോലെ വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വരാറുണ്ട്. അതിൽ ആര് വന്ന അടിപൊളിയായിരിക്കും ഇത്തവണ? ഒരാളെ ഞാൻ കണ്ടില്ല ഇതുവരെയായിട്ട് ബിഗ് ബോസിൽ. ജിൻഡോ. എന്തുകൊണ്ടാ? പുള്ളി ഒന്നും അവിടെ കാണിച്ചിട്ടില്ല, കളിച്ചിട്ടില്ല. നല്ലൊരു കണ്ടസ്റ്റന്റ് അല്ലായിരുന്നു. അല്ല, ജിൻഡോ അല്ലാണ്ട് ആര് ജയിക്കണമായിരുന്നു ആ സീസൺ? ജിൻഡോ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ആരും ഇല്ല. നമുക്ക് ടോപ്പ് 5 അർജുൻ ഉണ്ടായിരുന്നു, ജാസ്മിൻ, അഭിഷേക് ശ്രീകുമാർ, ഋഷി ഉണ്ടായിരുന്നു. ഇതില് ഇപ്പം ജിൻഡോ ജയിച്ചില്ലെങ്കിൽ ആര് ജയിക്കണമായിരുന്നു? അതിലാരും ഡിസേർവിംഗ് അല്ലായിരുന്നു. ജാസ്മിൻ ആയാലും ആരും അങ്ങനെ ഇല്ല. തന്റെ അഭിപ്രായത്തിൽ ആരാണ് ഡിസേർവിംഗ് അല്ലാതിരുന്ന വിന്നർ? ആരായിരുന്നു? ജിൻഡോ തന്നെയാണ്. എന്തുകൊണ്ടാ? അല്ല, പുള്ളി അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല വിന്നർ ആവാൻ വേണ്ടി. തോന്നിയിട്ടില്ല. വേറെ ആര് വിന്നർ ആവണമെന്നാണ്? അർജുൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ 5 വിന്നേഴ്സ് എല്ലാവരും ജയിക്കാൻ യോഗ്യതയുള്ളവരാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഏത് സീസണിൽ ജയിച്ച ആളെ ഇഷ്ടപ്പെടാത്തെ? ഫസ്റ്റിൽ നമുക്ക് സാബുമോനായിരുന്നു. സെക്കൻഡ് കോവിഡ് കാരണം നിർത്തി. 3ാമത് വന്നപ്പം ദിൽഷയാണോ? മണിക്കുട്ടനായിരുന്നു. 4ാമത് ദിൽഷ, 5ാമത് അഖിൽമാരാർ, 6ാമത് ജിൻഡോ. ഇതിൽ ആരാ ജയിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി? ദിൽഷ. എന്തുകൊണ്ടാ? നല്ലൊരു ഗെയിമർ. ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു വിന്നേഴ്സ് ആവാൻ. ദിൽഷ. എന്തുകൊണ്ടാ? അവർക്ക് അതിനുള്ള അർഹതയില്ല. ഇല്ല. ഇപ്പം ദിൽഷ അല്ല ജയിക്കേണ്ടിരുന്നത്. വേറെ ആരാ സീസണിൽ ജയിക്കണമായിരുന്നു? റോബിനെ പുറത്താക്കിയതിനോട് യോജിപ്പില്ല. ഇല്ല.